അലീന പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. അലീനയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ വിവരം മനുവിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. മനു വല്ലാത്ത ടെൻഷനിലാവുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ അലീനയുടെ ഫോണിലേക്ക് രേവതിക്കുട്ടി വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടി വിളിക്കുന്ന കോള് കണ്ട് കൃഷ്ണമോൾ തന്നെയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. എന്നാൽ അലീനയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ വിവരം കൃഷ്ണമോൾ പറയേണ്ടി വന്നു. കൃഷ്ണമോൾ പറഞ്ഞ ഉടനെ തന്നെ രേവതിക്കുട്ടി വല്ലാത്ത ടെൻഷനിലാവുകയാണ്. മനുവിന് ഇതറിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കാരണം അവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ഒന്നിനും കഴിയുന്നില്ല. ഗേറ്റിന് പുറത്ത് ആൾക്കാരെല്ലാം തടിച്ചുകൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ മനുവിനെ കയ്യിൽ കിട്ടിയാൽ അവർ വെറുതെ വിടില്ലല്ലോ. അതുകൊണ്ട് തന്നെ മനുവിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ടിവിയിലെയും ഫോണിലൂടെയും വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് രേവതിക്കുട്ടി വിളിക്കുന്നത്. എല്ലാ വിവരങ്ങളും ബബിത പറയുന്നുണ്ട്. രേവതിക്കുട്ടി ഇതെല്ലാം മാമച്ചനോടും ഗ്രേസമ്മയോടും സംസാരിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ കഴിയാതെ ഗ്രേസമ്മ ആൻറ്റി പറയുന്നുണ്ട് മാമച്ചനോട്, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, അലീനയും നമ്മുടെ കുട്ടി തന്നെയല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് ഓർമ്മ വരുന്നത് അതിരമ്പിള്ളിയിലുള്ള ഗ്രേസമ്മയുടെ ബന്ധുവിനെ കുറിച്ചിട്ട്. മാമച്ചൻ ചോദിക്കുന്നുണ്ട്, ഗ്രേസമ്മേ, നിൻ്റെ അതിരമ്പിള്ളിയിലുള്ള ബന്ധുവില്ലേ ആ ജോബിച്ചൻ്റെ അമ്മായിയപ്പനാണ്. DYSP മധുസൂദനൻ നമ്മുടെ ജോബിച്ചൻ്റെ അമ്മായിയപ്പനല്ലേ. നമുക്ക് ജോബിച്ചനെ കണ്ട് കാര്യം പറഞ്ഞ് അമ്മായിയപ്പനോടൊന്ന് സംസാരിപ്പിച്ചാൽ ഈ കാര്യം നടക്കും എന്ന് മാമച്ചായൻ പറഞ്ഞപ്പോഴേക്കും രേവതിക്കുട്ടിക്കും ഗ്രേസ് ആൻറ്റിക്കും വളരെ സന്തോഷമായി. അവർ പെട്ടെന്ന് തന്നെ അതിരമ്പിള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. അതിരമ്പിള്ളിയിലെത്തിയ ഉടനെ തന്നെ ജോബിച്ചനോട് കാര്യങ്ങളെല്ലാം ഗ്രേസമ്മ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ന്യൂസിൽ ഇതെല്ലാം അവരും കണ്ടിരുന്നു. അപ്പോൾ അലീനയെ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് അവർക്കും വളരെ വിഷമം തോന്നി. കാരണം അലീന ഒരു പെൺകുട്ടിയാണ്, അവൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല താനും. ജോബിച്ചന് അവരെ സമാധാനിപ്പിക്കുന്നതിലുപരി അതിലിടപെട്ട് ആ കുട്ടിയെ ഇറക്കണമെന്നും ജോബിച്ചനൊരു സന്മനസ് കാണിക്കുകയാണ്. അവരോടൊപ്പം പാലായിലേക്ക് അപ്പോൾ തന്നെ തിരിക്കുകയാണ്. ഇതേ സമയം CI ഗോപാലകൃഷ്ണൻ അലീനയെ പോലീസ് സ്റ്റേഷനിലാക്കിയതിന് ശേഷം തൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ്. ക്വാർട്ടേഴ്സിൽ ചെന്ന് എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടിയ ശേഷം അദ്ദേഹം മദ്യപിച്ച് യൂണിഫോം എല്ലാം മാറ്റി മഫ്തിയിലാണ് തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തിയ SI വനിതാ കോൺസ്റ്റബിളിനെ വിളിച്ച് അലീനയുമായി തൻ്റെ മുകളിലെ റൂമിലേക്ക് വരാൻ നിർദ്ദേശം കൊടുത്തു. ഗോപാലകൃഷ്ണൻ മുകളിലേക്ക് പോയി തൻ്റെ റൂമിൽ എത്തിയതിന് പിന്നാലെ തന്നെ കോൺസ്റ്റബിൾ അലീനയുമായി അയാളുടെ റൂമിലേക്ക് എത്തി. അവളെ അയാളുടെ മുമ്പിലായ ഒരു ചെയറിലിരുത്തി SI പുറത്തേക്ക് ഇറങ്ങി. ഇത് കണ്ട അലീനയ്ക്ക് എന്തെന്നില്ലാത്തൊരു സംശയവും ആശങ്കയും തോന്നി. എന്നാൽ അതൊന്നും മുഖത്ത് കാണിക്കാതെ തന്നെ അലീന ആ ചെയറിൽ അവിടെ ഇരുന്നു. പെട്ടെന്ന് തന്നെ SI അയാളുടെ ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവളോട് എഴുന്നേറ്റ് നിൽക്കടി എന്ന് ആജ്ഞാപിച്ചു. കൂടാതെ തൻ്റെ കയ്യിലിരുന്ന ലാത്തി കൊണ്ട് ആ ടേബിളിൽ ഒന്ന് ഉറക്കെ തല്ലി. അലീന പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി. എഴുന്നേറ്റ് നിന്ന് അലീനയോട് തൻ്റെ മുമ്പിലെ കൈ ആംഗ്യം കാണിച്ചുകൊണ്ട് ഇവിടേക്ക് മാറി നിൽക്കടി എന്ന് ആജ്ഞാപിച്ചു. അലീന പെട്ടെന്ന് തന്നെ അയാളുടെ മുമ്പിലേക്കായി അലീന ചെന്ന് നിന്നു. വല്ലാത്തൊരു രീതിയിൽ അവളെ ഒന്ന് അടിമുടി നോക്കി. തല താഴ്ത്തി നിൽക്കുന്ന അലീനയെ തൻ്റെ കയ്യിലുള്ള ലാത്തി കൊണ്ട് അയാൾ അവളുടെ താടിയിൽ പൊക്കി തൻ്റെ മുഖത്തേക്കായി നോക്കി നിർത്തി. അലീനയുടെ കണ്ണ് അയാളുടെ മുഖത്തേക്കായി എന്ന് കണ്ട അയാൾ അടുത്ത ചോദ്യമായി, എന്താണീ ആ 4 പേരിൽ ആ രോഹിത്തുമായി നിനക്കുള്ള ബന്ധം? ആ ഹരിയുമായി നിനക്കെന്താടി ബന്ധം? അലീനയ്ക്ക് ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അയാളുടെ ചോദ്യത്തിന് അവൾ ദൃഢമായി തന്നെ ഉത്തരം പറഞ്ഞു. ഞാൻ അവരുടെ വീട്ടിലെ വേലക്കാരി മാത്രമാണ് സാർ, അല്ലാതെ മറ്റൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. ബന്ധമില്ലെന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ലാത്തി കൊണ്ട് അവളുടെ നെറ്റിയിൽ പിടിച്ച് അയാൾ ബാക്കിലോട്ടുന്തി. അലീന ബാക്കിലെ ചുമരിൽ ചെന്ന് തട്ടി നിന്നു. എന്നാൽ ഇതേ സമയം പാലായിലേക്ക് തിരിച്ച ജോബിച്ചനും മാമച്ചനും രേവതിക്കുട്ടിയും ഗ്രേസമ്മയും. മാമച്ചൻ വളരെ സ്പീഡിലാണ് കാർ ഓടിക്കുന്നത്. എത്രയും വേഗം വിചാരിച്ച സ്ഥലത്തെത്തണമെന്നും അലീനയെ ഒരു നിമിഷത്തിന് മുമ്പെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കണമെന്നും അവർക്ക് വളരെ ആഗ്രഹമുണ്ട്. മാമച്ചൻ്റെ ഡ്രൈവിംഗ് കണ്ട ജോബിച്ചൻ ചോദിക്കുന്നുണ്ട്, മാമച്ചായൻ വളരെ സ്പീഡിലാണല്ലോ. അത് പിന്നെ രാത്രിയല്ലേ മോനെ, റോട്ടിലാണെങ്കിൽ തിരക്കുമില്ല, റോഡാണെങ്കിൽ ഇപ്പോൾ വളരെ സ്മൂത്തായിട്ട് കിടക്കല്ലേ,
നമുക്ക് പെട്ടെന്നങ്ങ് ചെല്ലാമല്ലോ. പാലായിൽ എത്തിയ ശേഷം മാമച്ചന് ജോബിച്ചനാണ് വഴിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. DYSP ഓഫീസിന് ഫ്രണ്ടിലെത്തിയ കാറ് നിർത്താനായി ജോബിച്ചൻ നിർദ്ദേശിച്ചു. മാമച്ചായ, നമുക്കൊന്ന് ഇവിടെ നോക്കിയിട്ട് പോവാം. പുള്ളിക്കാരൻ രാത്രിയായാൽ പിന്നെ മിക്കവാറും ക്വാർട്ടേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലായിരിക്കും. എന്തായാലും ഒന്ന് ഇവിടെ നോക്കിയിട്ട് നമുക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് 4 പേരും കൂടി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് കയറി ചെന്നു. പറഞ്ഞ പോലെ തന്നെ വീട്ടിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നില്ല. പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ജോബിച്ചനാണ് ആദ്യം അദ്ദേഹം കണ്ടത്. ഇതാരിത്? ജോബിച്ചനോ? എന്താ മോനെ ഈ സമയത്ത്, അതും ഇവിടേക്ക്? പിന്നാലെയായിരുന്നു ഗ്രേസമ്മയുടെയും രേവതിക്കുട്ടിയുടെയും മാമച്ചായൻ്റെയും എൻട്രി. ഇവരെ കണ്ടപാടം അദ്ദേഹം വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചു. വരൂ, കയറിയിരിക്കൂ എന്ന് പറഞ്ഞ് ജോബിച്ചനാണ് അവർക്ക് സീറ്റെല്ലാം നീക്കിയിട്ട് കൊടുത്തത്. അമ്മായിപ്പൻ്റെ മുമ്പിലായി ജോബിച്ചനും ചെയറിട്ടിരുന്നു. നമ്മൾ ഈ രാത്രി വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചു. എല്ലാം വളരെ ശ്രദ്ധിച്ച് കേട്ടിരുന്ന അദ്ദേഹം വീണ്ടും മാമച്ചായനോട് ചോദിച്ചു, നിങ്ങളുടെ ആരാണെന്നാ പറഞ്ഞത് ഈ കുട്ടി? മാമച്ചായൻ പറഞ്ഞു, നമുക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണ്, ഇവളുടെ ചേച്ചിയാണ്. രേവതിക്കുട്ടിയെ കാണിച്ചുകൊണ്ട് മാമച്ചായൻ പറഞ്ഞു നിർത്തി. വീണ്ടും മാമച്ചായൻ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. സാർ, ഞാൻ മിലിറ്ററിയിലായിരുന്നു. മേജറായിട്ടാണ് വിരമിച്ചത്. വിരമിച്ചിട്ട് കുറച്ച് വർഷങ്ങളുമായി എന്ന് പറഞ്ഞപ്പോഴേക്കും മധുസൂദനന് അദ്ദേഹത്തോട് ഒരു താല്പര്യം തോന്നി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ കേസ് അതത്ര ഗൗരവമുള്ളതല്ല മാമച്ചായ. അത് നമുക്ക് അവളെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ പറഞ്ഞ ഹരിയും രോഹിത്തുമെല്ലാം അവൾ നിൽക്കുന്ന വീട്ടിലെ കുട്ടികളാണല്ലോ. അപ്പോൾ അവരെക്കുറിച്ചൊന്ന് ചോദിച്ചറിയാനായിരുന്നു. അതിപ്പോൾ ഈ ഇരുട്ടുന്നതിന് മുമ്പേ തന്നെ അവളെ തിരിച്ചയച്ചിട്ടുണ്ടാവും. പറഞ്ഞു നിർത്തിയ ഉടനെ മാമച്ചായൻ പറഞ്ഞു, ഇല്ല സാർ, ഇതുവരെ അവളെ വിട്ടയച്ചിട്ടില്ല. ഒരു രാത്രി പോലും അവൾ ആ സ്റ്റേഷനിൽ കഴിയരുതെന്ന നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. ഇനി അവളെ തിരിച്ചയക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാർ ഇപ്പം തന്നെ പറയണം, നമുക്ക് മറ്റെന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാം. ഇത് പറഞ്ഞ പാടെ മധുസൂദനൻ ഇരുന്ന കസാരയിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഏയ് ഇല്ലില്ല മാമച്ചായ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നടപടി ഉണ്ടാക്കാം, നിങ്ങൾ എന്നോടൊപ്പം വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്നവരെല്ലാവരും മധുസൂദനൻ്റെ പിന്നാലെ താഴേക്കിറങ്ങി. എന്നാൽ ഇതേ സമയം CI അലീനയോട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ചോദ്യം ചെയ്യലാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവളെ നേരെ ഇടയ്ക്കിടെ തന്നെ ആ ലാത്തി കൊണ്ട് അദ്ദേഹം വീശുന്നുണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും ചോദിച്ചു, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് അവരുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അല്ലേ? പിന്നെ എന്തിനാടി നിന്നെ ദ്രോഹിച്ചവരോട് നിനക്കിത്ര സിമ്പതി? നിന്നോട് ഞാൻ അവർക്കെതിരെ ഒരു കേസ് എഴുതി തരാൻ പറഞ്ഞിട്ട് പോലും നിനക്കതിന് കഴിയുന്നില്ല അല്ലേ? എൻ്റെ മാന്യതയുടെ ഭാഷയിൽ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, എന്നോട് സഹകരിച്ചാൽ നിനക്കൊരു കുഴപ്പവും കൂടാതെ ഇവിടെ നിന്ന് മര്യാദക്ക് ഇറങ്ങിപ്പോകാം. വീണ്ടും അദ്ദേഹം ചോദിച്ചു, നിന്നോട് അവരൊരു ദ്രോഹവും ചെയ്തിട്ടില്ലേ? നിന്നെ അവർ ഒന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണോ നീ പറയുന്നത്? അലീന വീണ്ടും പറഞ്ഞു, എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആരെയും രക്ഷിക്കാനും നോക്കുന്നില്ല. എനിക്കൊരു പരാതിയുമില്ല. ഇത് കേട്ട് അദ്ദേഹത്തിന് വളരെ ദേഷ്യം വന്ന് അയാളുടെ കയ്യിലിരുന്ന ലാത്തി കൊണ്ട് അവളുടെ ഷാൾ പൊക്കി വലിച്ചെറിഞ്ഞു. ഇത് കണ്ട അലീനയ്ക്ക് തൻ്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന ആദി കയറി. അവൾ വല്ലാതെ വിയർക്കാൻ തുടങ്ങി. ഇതേ സമയത്ത് തന്നെ താഴെ DYSPയും ജോബിച്ചനും മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും വന്ന് കയറുകയാണ്. DYSPയെ കണ്ടപാടെ എല്ലാവരും അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് അറ്റൻഷനായി അദ്ദേഹത്തിന് സല്യൂട്ട് അടിച്ചു. ഉറക്കെ തന്നെ അദ്ദേഹം ചോദിച്ചു, എവിടെ അലീന എന്ന് പറഞ്ഞ കുട്ടിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവളിവിടെ ഒന്നും കാണുന്നില്ലല്ലോ? ചോദ്യത്തിന് മറുപടിയായി ഒരു കോൺസ്റ്റബിളാണ് ഉത്തരം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, CIയുടെ റൂമിലുണ്ട് സാർ. അദ്ദേഹത്തിൻ്റെ റൂമിൽ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയതാണ്. ചോദ്യം ചെയ്യാനായി CIയുടെ റൂമിലേക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മധുസൂദനൻ ആ സ്റ്റെപ്പ് ചാടിക്കയറി. കൂടെ മറ്റുള്ളവരും. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പോക്ക് കണ്ട് വല്ലാത്ത ടെൻഷൻ തോന്നി. CIയുടെ റൂമിന് പുറത്ത് കാവൽ നിന്നിരുന്ന കോൺസ്റ്റബിൾ, വനിതാ കോൺസ്റ്റബിൾ ആരോ സ്റ്റെപ്പ് കയറി വരുന്നത് കണ്ട് എത്തിച്ചു നോക്കിയപ്പോൾ DYSP.
വനിതാ കോൺസ്റ്റബിളിന് ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പോലും സമയം കൊടുക്കാതെ തന്നെ DYSP മധുസൂദനൻ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. മധുസൂദനനെ കണ്ടപാടെ വനിതാ കോൺസ്റ്റബിൾ അദ്ദേഹത്തിന് അറ്റൻഷനായി ഒരു സല്യൂട്ട് അടിച്ചു. അദ്ദേഹം കടന്നു വന്ന് CIയുടെ റൂമിൻ്റെ ഡോറ് തുറന്നതും അദ്ദേഹം കണ്ട കാഴ്ച അലീനയുടെ മുഖത്ത് കൈകൊണ്ട് കുത്തിപ്പിടിച്ച് നിൽക്കുന്ന ഗോപാലകൃഷ്ണനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഡോറ് തുറന്നുള്ള ശബ്ദം കേട്ട് CI തിരിഞ്ഞു നോക്കി. DYSPയെ കണ്ടപാടെ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു ഗോപാലകൃഷ്ണന്. ആ ഞെട്ടലിൽ അലീനയുടെ മുഖത്ത് നിന്നും കൈയെടുത്തുകൊണ്ട് പിന്നിലേക്കായി SI ഒന്ന് ചാഞ്ഞു. ആ ഞെട്ടലിൽ തന്നെ മധുസൂദനന് സല്യൂട്ടടിക്കുന്ന ഗോപാലകൃഷ്ണനെ കണ്ട് അലീനയ്ക്ക് വല്ലാത്ത അതിശയം തോന്നി. അലീന അയാളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അലീന വല്ലാത്ത പരിഭ്രമത്തിലുമാണ്. മധുസൂദനൻ ഗോപാലകൃഷ്ണനോട് ചോദിച്ചു, താനെന്താടോ യൂണിഫോമില്ലാതെ ഈ നേരത്ത് ഇവിടെ, അതും തൻ്റെ റൂമിൻ്റെ ഡോറടച്ചിട്ടിട്ട്? അത് പിന്നെ സാർ, ഞാൻ ഈ കുട്ടിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ. കാര്യങ്ങളോ? അല്ല സാർ, ഒന്ന് ചോദ്യം ചെയ്യാനായിട്ട്. താൻ പകലല്ലേടോ ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്? എന്നിട്ട് ഇപ്പോഴാണോ തനിക്ക് ചോദ്യം ചെയ്യാൻ സമയം കിട്ടിയത്? അല്ല സാർ, ഞാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരുന്നു. അതെയോ? എന്നിട്ട് പിന്നെന്താണ് ഇത്രയും സമയമായിട്ട് പറഞ്ഞു വിടാതിരുന്നത്? അത് പിന്നെ സാർ, ഇന്ന് നമ്മൾ അറസ്റ്റ് ചെയ്ത ആ 4 പേരിലെ 2 പേർ ഇവള് ജോലി ചെയ്യുന്ന വീട്ടിലെ പയ്യന്മാരാണ്. ആ പയ്യന്മാർ 2 കൂടി ഇവളെ ഉപദ്രവിക്കുകയും ഇവള് അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്തിരുന്നു. ഈ വിവരങ്ങളൊക്കെ തനിക്ക് എങ്ങനെയാണ് കിട്ടിയത്? അടുത്ത ചോദ്യം മധുസൂദനൻ തന്നെ CIയോട് ചോദിച്ചു. ഗോപാലകൃഷ്ണൻ വീണ്ടും പറഞ്ഞു നിർത്തി. അത് അവന്മാരെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ ഇതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു അലീന എന്നത്. അങ്ങനെയാണ് ഇവളെ അറസ്റ്റ് ചെയ്തത്. ഇവൾക്ക് നേരെ വേറെ പരാതികളൊന്നും ആരും തന്നിട്ടില്ലല്ലോ, പിന്നെന്തിനായിരുന്നു ഈ രാത്രിയായിട്ടും പറഞ്ഞു വിടാത്തത്? അത് പിന്നെ സാർ, ഇവളോട് ഞങ്ങൾ പറഞ്ഞതാണ് അവർക്കെതിരെ ഒരു പരാതി തരാൻ. നമുക്ക് ഈ കേസിന് അതൊരു ബലമാവുമല്ലോ. അത് കേട്ട മധുസൂദനൻ അലീനയ്ക്ക് നേരെ തിരിഞ്ഞു. അലീനയോട് ചോദിച്ചു, ഇയാൾ പറഞ്ഞതെല്ലാം സത്യമാണോ കുട്ടി? അതെ സാർ, പറഞ്ഞതെല്ലാം സത്യമാണ്. പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണത്. അന്നേ ഞാൻ കേസില്ല എന്ന് പറഞ്ഞതാണ്. അതെന്താണ് അത്രയും ഉപദ്രവിച്ചിട്ടും കുട്ടി കേസില്ലെന്ന് പറഞ്ഞത്? അത് സാർ, ചെറിയൊരു പയ്യന്മാർക്ക് പറ്റിയൊരു അബദ്ധമായിട്ടേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ ഒരു കുടുംബാംഗത്തെ പോലെ ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞിട്ട് അവർക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. കേസ് കൊടുക്കാതിരിക്കാനുമുള്ള അവകാശം എനിക്കുണ്ടല്ലോ സാർ. കഴിഞ്ഞ 8 മണിക്കൂറായി എന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട്. യൂണിഫോമിൽ ഇദ്ദേഹം എന്നെ ചോദ്യം ചെയ്ത് ഇദ്ദേഹം പോയതാണ്. വീണ്ടും ഇദ്ദേഹം യൂണിഫോം മാറ്റിയിട്ട് തിരിച്ചു വന്നിട്ടാണ് വീണ്ടും എന്നെ ഈ ചോദ്യം ചെയ്യുന്നത്. ഒരിറ്റു വെള്ളം പോലും എനിക്ക് ഈ സമയമായിട്ടും ഇവിടെ നിന്ന് തന്നിട്ടില്ല എന്ന് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും മധുസൂദനൻ ഗോപാലകൃഷ്ണന് നേരെ തിരിഞ്ഞു. ശരിയാണോടോ ഈ പറഞ്ഞതെല്ലാം? കേസില്ലെന്ന് പറയുന്നവരെ കുത്തിപ്പിടിച്ച് കേസ് എഴുതി വാങ്ങിക്കുന്നതാണോടോ പോലീസ്? അത് പിന്നെ സാർ, ഇവൾക്ക് മയക്കുമരുന്ന് നൽകി ഇവളെ മയക്കി കിടത്തിയാണ് ഇവരെ നശിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ അതിന് ആക്ഷൻ എടുക്കണ്ടേ സാർ? അതിൽ നിന്നും ഇവള് ആത്മഹത്യാശ്രമം നടത്തിയാണ് രക്ഷപ്പെട്ടതും. അതുകൊണ്ടാണ് ഞാൻ. എടോ, ഒരു പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഹറാസ് ചെയ്തിട്ടാണോടോ തൻ്റെ ആക്ഷൻ? എടോ മതിയെടോ തൻ്റെ ചോദ്യം ചെയ്യലും ആക്ഷൻ എടുക്കലും ഒക്കെ. ഈ കുട്ടിയെ വേഗം ഇറക്കി വിടാൻ നോക്കടോ. അപ്പോൾ ഉടനെ തന്നെ അലീന പറയുകയാണ്, സാർ, എനിക്കൊരു സംശയമുണ്ട്. മധുസൂദനൻ അലീനയുടെ നേരെ തിരിഞ്ഞ് അലീനയോടായി ചോദിച്ചു, എന്താണ് കുട്ടിയുടെ സംശയം? ഈ ലാത്തി ഇത് പെൺകുട്ടികളുടെ നേരെ അവരുടെ ശരീരത്തിൽ ഇങ്ങനെ ഇഴച്ച് കളിക്കാനുള്ളതാണോ സാർ? എനിക്കൊരു സംശയം. അലീനയുടെ ആ ചോദ്യം കേട്ട് അദ്ദേഹത്തിന് വളരെ നാണക്കേട് തോന്നി. അദ്ദേഹം വളരെ ദേഷ്യത്തോടു കൂടി ഗോപാലകൃഷ്ണനെ നോക്കി. ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. തിരിഞ്ഞു നിന്ന് അലീന നോക്കിയപ്പോൾ കണ്ടത് മാമച്ചായനെയും ഗ്രേസമ്മയെയും രേവതിക്കുട്ടിയെയുമാണ്. അലീന അവരെ കണ്ടു എന്ന് മനസ്സിലാക്കിയ മധുസൂദനൻ അലീനയോട്, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാമെന്നതാണ്, നീ അവരോടൊപ്പം പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അലീന താഴെ കിടന്ന തൻ്റെ ഷാളെടുത്ത് തോളിലിട്ട്
രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് കുതിച്ചു. രേവതിക്കുട്ടിയും അലീനയും ശബ്ദം പുറത്തു വരാതെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കണ്ടമിടറിക്കൊണ്ട് തന്നെ അലീന രേവതിക്കുട്ടിയോട് ചോദിച്ചു, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു മോളെ? ചേച്ചി, രാവിലെ ന്യൂസിലെല്ലാം കണ്ട് ഞാൻ ചേച്ചിയെ വിളിച്ചിരുന്നു. കൃഷ്ണമോളാണ് ഫോൺ എടുത്തത്. കൃഷ്ണമോൾ കരഞ്ഞുകൊണ്ട് എന്നോടെല്ലാം പറഞ്ഞു. ഉടനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. ഗ്രേസമ്മയും മാമച്ചനും അവരെ രണ്ടാളെയും സമാധാനിപ്പിച്ചു. മാമച്ചായനോടായി അലീന ചോദിച്ചു, എന്നെ ഈ അവസ്ഥയിൽ ഇവിടെ വന്ന് കാണേണ്ടി വരുമെന്ന് ഒട്ടും വിചാരിച്ചില്ല അല്ലേ അങ്കിളെ? അത് സാരില്ല മോളെ, നിനക്കൊരു പ്രശ്നം വന്നാൽ നിന്നെ സഹായിക്കാൻ ഞങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ജോബിച്ചായനെ നോക്കുന്നത് കണ്ട അലീനയോട് മാമച്ചായൻ പറഞ്ഞു, അദ്ദേഹമാണ് നിന്നെ സഹായിച്ചത്. നിന്നിപ്പോൾ പുറത്തിറങ്ങാൻ ഞങ്ങളെ സഹായിച്ചത്. ബാക്കിയൊക്കെ പോകുന്ന വഴിക്ക് പറയാം. വായോ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ നാലാളും കൂടി സ്റ്റെപ്പ് കയറി താഴേക്ക് ഇറങ്ങുന്നതിനിടയിൽ തന്നെ കേട്ടിരുന്നു മധുസൂദനൻ ഗോപാലകൃഷ്ണനോട് തട്ടിക്കയറുന്ന ശബ്ദം. മാമച്ചനും ഗ്രേസമ്മയും അലീനക്കുട്ടിയും രേവതിയും ജോബിച്ചനും കൂടി താഴെ കാറിനരികിലായി മധുസൂദനന് വേണ്ടി വെയിറ്റ് ചെയ്തു. അദ്ദേഹം വന്ന് യാത്ര പറയാനും നന്ദി പറയാനുമായി. അദ്ദേഹം വരുന്നതിന് മുമ്പായി രേവതിക്കുട്ടി ഇവിടെ എത്തിപ്പെട്ട കഥകളെല്ലാം ചുരുക്കി തന്നെ അലീനയോട് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം വന്നു. അദ്ദേഹം വന്ന പാടെ അവരോട് പറഞ്ഞു, മോളെ, നീ ക്ഷമിക്കണം കേട്ടോ. ഇങ്ങനെയൊന്നുമല്ല. പിന്നെ ഇങ്ങനെ 1-2 ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നാണം കെടുത്താനായിട്ട്. അയാൾക്കിട്ട് 2 വാണിംഗ് കൊടുക്കുകയായിരുന്നു ഞാൻ. മധുസൂദനൻ ഒരു സംശയത്തോടു കൂടി അലീനയോട് വീണ്ടും ചോദിച്ചു, മോളെ, ഒരു വട്ടം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇത്രയൊക്കെ നീ അനുഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് അവർക്കെതിരെ നീ പരാതി കൊടുക്കാതിരുന്നത്? അത് സർ, ഞാൻ ആ വീട്ടിൽ ഒരു മകളെ പോലെയാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ സ്വന്തം മകളായി കാണുന്ന ഒരച്ഛനും ഒരമ്മയായി ഞാൻ കാണുന്നതും അവൻ്റെ അച്ഛനെയും അമ്മയെയുമാണ്. അവൻ എനിക്കൊരനിയനെ പോലെ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അവനെതിരെ കേസ് കൊടുക്കാൻ തോന്നിയില്ല സാർ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും ഇത്രയൊക്കെ രാത്രിയായ സ്ഥിതിക്ക് ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല. നൈറ്റ് ഇത്ര ദൂരം യാത്ര ചെയ്യേണ്ടതല്ലേ? നിങ്ങൾ പോവാൻ തയ്യാറായിക്കോളൂ എന്ന് പറയേ മാമച്ചായൻ അദ്ദേഹത്തിൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ട്, ഇതിനെങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്നറിയില്ല സാർ. ഓ, നന്ദിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ? മാമച്ചായൻ വീണ്ടും പറഞ്ഞു. അവിടെ വേറെ ആരുമില്ല സാർ. അവിടുത്തെ ആ വീട്ടിലെ അച്ഛനും അമ്മയും 2 ആളും ഹോസ്പിറ്റലൈസ്ഡ് ആണ്. പിന്നെയുള്ളത് ഇവനിവിടെ ജയിലിലും. പിന്നെ 2 പെൺകുട്ടികളാണ്. അവർക്ക് ആകെ ആശ്രയം അലീന മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഇവളെ കൊണ്ടുപോയി അവർക്കരികിലെത്തിക്കണം. അതാണ് ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്തം. ആയിക്കോട്ടെ മാമച്ചായ, നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. എന്നെക്കൊണ്ട് ഇനി എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മധുസൂദനൻ മാമച്ചായന് തൻ്റെ നമ്പർ കൊടുത്തു. യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഒരുമിച്ച് കാറിൽ കയറി. മധുസൂദനൻ തൻ്റെ കാറിലായി വീട്ടിലേക്ക് പുറപ്പെട്ടു. കടപ്പാട്ടൂരിലെത്തുമ്പോൾ കൃഷ്ണമോള് ഹാളിൽ വല്ലാത്തൊരു ചിന്തയിലും കരച്ചിലിലുമായിരുന്നു. ചേച്ചിയെ കൊണ്ടുപോയിട്ട് ഒരു വിവരവും അറിയാത്തതിൻ്റെ വല്ലാത്തൊരു ടെൻഷൻ. മുറ്റത്ത് കാറിൻ്റെ ഹോൺ കേട്ട് കൃഷ്ണമോള് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. കാറിൽ നിന്നും പുറത്തിറങ്ങിയത് ചേച്ചിയാണെന്ന് മനസ്സിലാക്കിയ കൃഷ്ണമോള് വീടിൻ്റെ ഡോറ് തുറന്ന് ചേച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. കൃഷ്ണമോളുടെ കരച്ചിൽ കണ്ട് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും അവളെ സമാധാനിപ്പിച്ചു. മോളെ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കണേ. ഇതുപോലെ എന്ത് കാര്യം ഉണ്ടായാലും നീ ഞങ്ങളെ വിളിച്ചറിയിക്കണം കേട്ടോ. ഇനി എന്തായാലും ഇത്രയും സമയമായില്ലേ, ഞങ്ങൾ നിൽക്കുന്നില്ല, പോവാണ് എന്ന് പറഞ്ഞ് ഗ്രേസമ്മ അവരോട് യാത്ര പറഞ്ഞു. ഇതേ സമയം അലീന ജോബിച്ചൻ്റെ അടുത്തേക്ക് ചെന്നു. ജോബിച്ചൻ്റെ മുമ്പിൽ കൈകൂപ്പി അവൾ പറഞ്ഞു, നന്ദിയുണ്ട്. ആരാണെന്ന് പോലും അറിയാത്തവരാണ് എന്നെ സഹായിക്കാൻ വരുന്നത്. ആരുമില്ലെന്ന് ഒരുപാട് രാത്രികളിൽ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ എനിക്ക് വേണ്ടി ആരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന്. ഞാൻ ഈ ജനിച്ചിട്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരാണ് എന്നെ സഹായിക്കാൻ വന്നത്. ജോബിച്ചന് തിരിച്ച് അലീനയോട് എന്ത് പറയണമെന്ന് പോലും അറിഞ്ഞില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞു, വിഷമിക്കരുത്, ഞങ്ങളെല്ലാവരും കൂടെയുണ്ടെന്ന് തന്നെ വിചാരിച്ചാൽ മതി. എല്ലാവരും യാത്ര പറഞ്ഞ് കാറിൽ കയറാൻ നേരം വീണ്ടും രേവതിക്കുട്ടി ഓർമ്മിപ്പിച്ചു, ചേച്ചി എന്നെ വിളിക്കാൻ മറക്കരുതേ.
വിളിച്ചേക്കണേ എന്ന് പറഞ്ഞ് അവർ യാത്രയായി. അകത്ത് കയറിയ അലീന ഫോൺ എടുത്ത് നോക്കിയപ്പോൾ മനുവിൻ്റെ ഒരുപാട് മിസ് കോൾ കണ്ടിരുന്നു. ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അലീനയോടായി കൃഷ്ണമോൾ പറഞ്ഞു, ചേച്ചി പേടിക്കണ്ട, മനുവേട്ടനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. മാമച്ചായനും ഗ്രേസമ്മാൻ്റെയും അവിടെ നിന്ന് വന്നിട്ടുണ്ടെന്നും ചേച്ചിയെ പുറത്തിറക്കാൻ അവർ സഹായിക്കുന്നുണ്ടെന്നൊക്കെ രേവതി ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അതെല്ലാം ഞാൻ മനുവേട്ടനോടും പറഞ്ഞിട്ടുണ്ട്. മനുവേട്ടനെ അവിടെ നിന്നും പുറത്തേക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. എന്ത് ചെയ്യാനാ ചേച്ചി, അവിടെ പുറത്തൊക്കെ നിറച്ച ആൾക്കാരാണ്. എല്ലാം കൂടി ആയിട്ട് മനുവേട്ടൻ വല്ലാത്ത ടെൻഷനിലാണ്. വീടിന് നേരെ എന്തോ കല്ലേറുണ്ടായെന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് എന്ന് കൃഷ്ണമോൾ പറയുമ്പോഴേക്കും അലീനയ്ക്ക് വീണ്ടും വല്ലാത്തൊരു വിഷമം തോന്നി. അലീന കൃഷ്ണമോളോട് പറഞ്ഞു, ഇതിന് പിന്നിലിനി നമ്മളെല്ലാവരും എന്തൊക്കെയായിരിക്കും സഹിക്കേണ്ടി വരിക? ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത ടെൻഷൻ ആവുകയാണ്. മറുവശത്ത് പോലീസ് സ്റ്റേഷനിലെ വിവരങ്ങളെല്ലാം രേവതിക്കുട്ടിയിൽ നിന്നും മനു അറിയുന്നുണ്ട്. മനുവിൻ്റെ പ്രതികരണം ഇനി എന്തായിരിക്കും? മറ്റൊരു വീഡിയോയിലൂടെ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.